ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പഴവും മുട്ടയും കൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു സമോസയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഫില്ലിങ്ങോട് കൂടിയതുമാണ്. ഒരു ഉന്നക്കായൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കാഷ്നട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ റേസിൻസ് കൂടി ചേർത്തിട്ട് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ, ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പഴം നല്ല പോലൊരു ഗോൾഡൻ കളറായി ഒന്ന് വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒന്ന് ഉടച്ചുടച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ മിക്സായി വരും. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന പഴം അധികം അങ്ങ് പഴുക്കാത്തൊരു തരം പഴമാണ്. അതുകൊണ്ട് അത്രയങ്ങ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടില്ല. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 2 കോഴിമുട്ടയാണ്. മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് ഒരു നുള്ളുപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് മുട്ട ഒന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നടുവിൽ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഡ്രൈ ആയി വരുന്നതാണ്. മുട്ട ഒന്ന് വെന്ത് ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ മുട്ട ഇതുപോലെ നല്ല പോലെ ഒന്ന് പഴവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ മുട്ട ഒന്ന് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഇതുപോലെ മിക്സ് ചെയ്യരുത്. മുട്ട നല്ല പോലെ ഒന്ന് കുത്തിപ്പൊരിച്ചതിന് ശേഷം മാത്രം ഇതുപോലെ പഴവുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ടയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫില്ലിംഗ് റെഡിയായി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഞാനിപ്പോൾ കുറച്ച് തരികളുള്ള വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് പൊടിച്ചെടുത്തത്. ഇനി അതിലോട്ട് ഞാൻ 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി അത് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിരിക്കും നമുക്കുണ്ടാവുക. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ള ബാറ്റർ കിട്ടുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി ഇതൊരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ റവയൊന്ന് കുതിർന്ന് വരുന്നതിന് വേണ്ടിയാണ്. ആ സമയം കൊണ്ട് ഇതിലോട്ട് വേറൊരു ബാറ്റർ കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് വെള്ളം, 2 പ്രാവശ്യമായിട്ട് ഞാൻ 1/2 കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വെക്കാം. ഇതുപോലൊരു ബാറ്ററായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചെറിയ ലെവലിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെ കൂട്ട് ഇതുപോലെ ഓരോ തവി വീതം കോരി ഒഴിച്ചു കൊടുക്കാം. അധികം വലിയ തവിയാണെന്നുണ്ടെങ്കിൽ 1/2 തവിയോ 1/4 തവിയോ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നല്ല നേർത്തതായിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം. നമ്മളിതുപോലെ ബാക്കി പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുട്ടെടുക്കാറുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. റവ ആയതുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒന്ന് മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് ഡ്രൈ ആയി പോകരുത്. ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യവും മാവ് കോരി ഒഴിക്കുമ്പോൾ പാനിൻ്റെ ചൂട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ കറക്കിയെടുക്കാൻ അറിയാൻ വയ്യ എന്നുള്ളവർക്ക് തവി കൊണ്ട് പരത്തിയെടുത്താലും മതിയാകും. ഇപ്പം ഞാൻ അതുപോലെ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 14-15 അപ്പത്തോളം കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലും കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ബ്രെഡിൻ്റെ പീസ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഇനി ഓരോ അപ്പവും ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഞാനിതുപോലെ കട്ട് ചെയ്തൊരു സമോസ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലൊരു ട്രയാങ്കിൾ പോലെ ഒരിതുണ്ടായിരിക്കണം. എന്നിട്ട് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ആ ഒരു ട്രയാങ്കിൾ ഒന്ന് മടക്കിയെടുക്കാം, മറു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് സമോസ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മൈദയുടെ കൂട്ട് ഒരിത്തിരി ഇതിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ റവ കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ മൈദ വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ മൈദയൊക്കെ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഒട്ടിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഉടനെ തന്നെ ആ സമയം തന്നെ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഫില്ലിങ് വെച്ച് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് മൈദ വെച്ച് ഒട്ടിക്കേണ്ടി വരുന്നത്. ഇതുപോലെ ഒരു സൈഡിൽ ഒന്ന് മടക്കിയതിന് ശേഷം മറു സൈഡ് ഇതുപോലെ മടക്കി കൊടുത്താൽ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം മൈദയുടെ ആ സ്ലറി ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലൊന്ന് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ മുഴുവൻ സമോസയും നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ചെയ്യാം. ഇപ്പം ഞാൻ മുഴുവൻ സമോസയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വന്ന മൈദയുടെ ആ ബാറ്റർ ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ റെഡിയാക്കിയ സമോസ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇതുപോലൊന്ന് മുക്കിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഇടണ്ട. ഇതുപോലെ ലൈറ്റായിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ബ്രെഡ് ക്രംസിൽ ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എവിടെയെങ്കിലും ഒട്ടാനുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിലും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിക്കിട്ടുന്നതാണ്. ബ്രെഡ് ക്രംസിലും കൂടി ഇതുപോലെ ഒന്നിട്ടതിന് ശേഷം എക്സ്ട്രാ ഉള്ള ബ്രെഡ് ക്രംസൊക്കെ ഇതുപോലെ കയ്യിലൊന്ന് തട്ടി കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ മുഴുവനും അതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അധികം ഓയിലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോരോ സമോസയായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 6-7 എണ്ണം ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാനായതുകൊണ്ട് നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലധികം ഒന്നും വേവാനില്ല. നമ്മൾ ആ ചേർത്ത ആ മൈദയുടെയും ആ ബ്രെഡ് ക്രംസും ഒക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിലത്തെ ഫില്ലിങ്ങും റവയുടെ അപ്പമൊക്കെ ആണെങ്കിലും നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളത്ര ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത്രയും ക്രിസ്പിനെസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. നല്ല ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കട്ട്ലറ്റിൻ്റെയൊക്കെ പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടിരിക്കണം. ഇപ്പം ഞാൻ അത് മുഴുവനും കോരി എടുക്കുന്നുണ്ട്. ഞാൻ അടുത്ത ട്രിപ്പ് ഇടുന്നത് കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ഇതായിട്ട് വേണമോ അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എങ്ങനെ ഫ്രൈ ചെയ്താലും അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങോടും കൂടിയതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മളതിൽ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഉള്ളിലത്തെ ഫില്ലിങ്ങിന് ചെറിയൊരു ഉന്നക്കായുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്